എടാ മൊയ്തീനെ, ഈ തീവണ്ടി കണ്ടുപിടിച്ചോനെ സമ്മതിക്കണം. ഓ അതിലൊന്നും അത്ര കാര്യമില്ലടോ. ശരിക്കും സമ്മതിക്കേണ്ടത് കപ്പൽ കണ്ടുപിടിച്ചോനാ. വെള്ളത്തിന് മുകളിലൂടെ അല്ലേ ആണ്ട് പോവാതെ കപ്പൽ ഇങ്ങനെ പോണത്. എടോ, ഒരു ചെറിയ കല്ല് വെള്ളത്തിലിട്ട് അന്നേരം തന്നെ താണു പോകും. ആ സ്ഥാനത്താണ് കപ്പൽ ഇങ്ങനെ പോണത്. കപ്പലൊക്കെ എന്താടോ, അതിനേക്കാൾ അത്ഭുതം വിമാനല്ലേ. എന്റെ അമ്മോ, നിലം തൊടാണ്ടല്ലേ ഇത് പറക്കണത്. അല്ലേ ഗഫൂറേ, ഞമ്മക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചാ പോരാ? മതേനി മൊയ്തീനെ, വെറുതെ ആ സമയം സ്കൂളിൽ പോയി കളഞ്ഞില്ലേ. ശരിയാ, എത്ര സമയാ പോയത്. എന്നാലും TV ഞമ്മക്ക് കണ്ടുപിടിക്കേനി. മതിയായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താണ്, അപ്പോഴേക്ക് ഇതൊക്കെ ഓരോരുത്തർ കണ്ടുപിടിച്ചു കഴിഞ്ഞില്ലേ. പോട്ടെ, ഒരു റേഡിയോ എങ്കിലും കണ്ടുപിടിക്കാമായിരുന്നു. അതും ഏതോ ചങ്ങായി കണ്ടുപിടിച്ചു. ഏതെങ്കിലും ഒന്ന് ആ പഹയന്മാർക്ക് ബാക്കി വെക്കേനി. ശരിയാ, അത് ഞമ്മക്ക് കണ്ടുപിടിച്ച് പൈസക്കാരായി കഴിയേന്. ഒക്കെ പോയി. അല്ല മൊയ്തീനെ, ഈ കറണ്ട് കണ്ടുപിടിച്ചൊന്ന് സമ്മതിക്കണല്ലേ. പിന്നെ അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇരുട്ടത്തിരുന്ന് TV കാണേണ്ടി വരുമായിരുന്നു. ഇരുട്ടത്ത് TV കാണാൻ പാടില്ല ഗഫൂറേ, കണ്ണിന് കേടാണ്. ദാബു മാഷ് പറഞ്ഞതാ. കറണ്ട് ഉള്ളതുകൊണ്ട് ലൈറ്റ് ഇട്ട് TV കാണാലോ. എടാ മണ്ട, കറണ്ട് ഉള്ളതാണ് ഞമ്മക്ക് ഇടങ്ങാറായത്. അതെങ്ങനെ? കറണ്ട് ഇല്ലായിരുന്നെങ്കിൽ ആരും കാണാണ്ട് ഇരുട്ടത്തിരുന്ന് ഫാഷൻ TV കാണാനി മോനെ.